നടക്കുന്നു. മമ്പുറത്തെ തങ്ങളുടെ ഖബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു, ചെണ്ടമുട്ടുന്നു. അവിടെ അതാ കളിയാട്ടം നടക്കുന്നു. അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത്. ദർഗയുടെ മുറ്റത്ത് നിന്നാ കളിയാട്ടം പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടിച്ചിറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത്. ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാർ അവിടെ ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ആ ഖുതുബ ഓതുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടിയേറ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരെയാണ്. ആ കാഴ്ച നിങ്ങൾ കാണാം. എന്തൊക്കെ തോന്നിവാസമാണ് മമ്പുറത്തെ ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത്. ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധിയാ നിങ്ങൾക്ക്. അന്യമതസ്ഥരോടാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അതല്ലേ ഞങ്ങൾ മുമ്പേ പറഞ്ഞത്? മുട്ടും വിളിയെ സംബന്ധിച്ച് മമ്പുറത്തെ തങ്ങൾ അത് ജായിസാണെന്ന് പറഞ്ഞയാളാണ്. മമ്പുറത്തെ തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ? അപ്പൊ ഇന്നും അവരുടെ ഖബറിന്റെ തിരുമുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും കൊടിമരം തവാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ? മുസ്ലിയാന്മാര് കണ്ടു നിന്ന് രസിക്കുകയല്ലേ? ആ ഭാഗം നിങ്ങളൊന്ന് കാണണം. അതോടനുബന്ധമായി വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം. മമ്പുറം മഖാമ കാണിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് പരിപാടി. ഉണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പെണ്ണുങ്ങള് പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവിടെ ആവുമ്പോ പ്രശ്നമൊന്നുമില്ല. മമ്പർത്തങ്ങളെ മുറ്റത്താട്ടോ, മമ്പർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കണത്. തുടരട്ടെ. കണ്ടോ? ആശീർവദിക്കാൻ കയറുമ്പോ തൂങ്ങി നിൽക്കുന്നുണ്ടോ? അതാ ശൈത്താനിയത്ത് അതാ തുള്ളലടങ്ങി. മമ്പർത്ത തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ. മുറ്റത്താ കിടന്ന് കാണുകയാണ്. നിങ്ങളെ വിശ്വാസപ്രകാരാ പറയുന്നത്. കണ്ടോ? മഖാമ് തുറക്കുന്ന നേരം, നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ചെണ്ടട നടു കുടുങ്ങിക്കണോ നോക്കിയാളി. നടു കുടുങ്ങല് വലിയ വിഷയമാണ് അലവി പറയല്. ചെണ്ടമുട്ടനെ ഹറാമാണെന്ന് അല്ല ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ദുരിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങല് വലിയ വിഷയം തന്നെയാണ്. പറയണ്ടോ? അത് നിങ്ങൾക്ക് തിരിയായിട്ടാണ്. നോക്കണം. ഹലാലായ ചെണ്ടയാ. അതൊക്കെ ചിലത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്. മമ്പർത്തെ കൊടിയാ കാണുന്നത്. കൊടിമരം തവാഫ് തുടങ്ങാൻ പോവുകയാണ്.
പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പോകുന്ന എടുക്കാന്നറിയോ? മുട്ടിയാറ പള്ളിയിലേക്ക്. അവിടെ സമാപനം. അവിടെ മൂല്യന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകല്ലോ. കുട്ടിനെയും തോളിലിട്ട് മൂല്യാരി നിൽക്കുന്നുണ്ടില്ലേ? അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്നും. ഇതിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഒരു മിനിറ്റ്. ഇതിപ്പോ എവിടെ എത്തി? മുട്ടിച്ചിറ പള്ളിയിലെത്തി. മുട്ടിച്ചിറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയോടെ നടക്കുന്നു കേട്ടോ. അപ്പൊ ജുമയുടെ സമയത്തുള്ള ഒരു ചങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോളി. ജുമയുടെ നേരത്ത് കൊണ്ടോണ്ട് അതൊന്നും ഇട്ട മോനെ. അതാ പോണു. പള്ളിന്നാണ് അവിടെ പോകണ്ടത്. പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമ നടക്കുന്ന. ഒരു മിനിറ്റ് ശ്രദ്ധിക്ക. ഇപ്പൊ അവിടെ നടക്കുന്നൊരു ജുമ നടക്കാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാക്കത ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം? ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പർ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ഈ കൊട്ടുമുട്ടയിലും ശൈത്താനീയത്തേലും കേൾക്കട്ടെ. കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ ഫത്വ ഉണ്ടല്ലോ, മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ട അത് കാര്യം എന്ന നിലക്ക് ആളുകളൊക്കെ ഹുതുബ എടുക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത്. കണ്ടോളി. നോക്കുന്നുണ്ടോ ആൾക്കാര്? ഹുതുബ അവിടെ നടക്കണേ. ആ വിളക്ക് കത്തുന്നത് ഏതാ? എവിടെയാ വിളക്ക് കത്തിച്ചു വെച്ചത്? കാണാം, മുട്ടിച്ചിറ പള്ളി. അതിന്റെ ഭണ്ഡാരമാണത്. അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ജുമാപ്പുറത്തങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാരും കണ്ണിങ്ങട്ടാ. മുട്ടിച്ചിറ ജുമാ മസ്ജിദ്. അതാ മൗലിയർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ?